ഹലോ ചുട്ടീസ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി വെച്ചാലോ? ക്യാപ്സിക്കം പെപ്പർ ചിക്കൻ. പേര് കേട്ട് ആരും പേടിക്കേണ്ട, ഭയങ്കര ഈസി ആട്ടോ അതുണ്ടാക്കാൻ. നമ്മൾ സാധാ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ തന്നെ. അപ്പം 1/2 കിലോ ചിക്കനാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ അതിലേക്ക് തക്കാളി, ക്യാപ്സിക്കം, കറിവേപ്പിൻ്റെ ഇല, 2 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും വേണം കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്ന് ഒതുക്കിയെടുക്കണേ. പിന്നെ 2 മീഡിയം സൈസ് സവാളയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ ഉണ്ടാക്കാം കേട്ടോ. ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലും ഒരു കളറൊക്കെ നല്ലൊരു കളറൊക്കെ കിട്ടും നമുക്ക് ചട്ടിയിൽ വെക്കുമ്പോൾ. അപ്പോൾ ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് വലിയ ജീരകവും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്കതിലേക്ക് സവോള കൂടെ ആഡ് ചെയ്യാം. സവോള ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലോണം വേഗം ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇടാം. ഉപ്പ് നമ്മൾ ചിക്കനിൽ കുറച്ചിട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിയും ക്യാപ്സിക്കും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കുറേ നേരം വഴറ്റണമെന്നൊന്നുമില്ല, ഒന്ന് വഴണ്ടാൽ മതി. നല്ലതുപോലെ വഴണ്ടി വരുമൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ കുരുമുളകാണ് കൂടുതലിടുന്നത്, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതി. പിന്നെ മല്ലിപ്പൊടി ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയാട്ടോ. വല്ലാണ്ട് പൊടിഞ്ഞു പോകരുത്, തരി വേണം. അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 2 സ്പൂൺ വരെയൊക്കെ ഇടാം. ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്, അതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ആ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറുക്കിയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇല്ല നല്ല വെള്ളം പോലെയാണ് വേണ്ടതെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് അരമണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി റെഡി.